general purpose registers, special purpose registers and flag registers. 8085 ആർക്കിടെക്ചറിൽ വരുന്ന വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് രജിസ്റ്റേഴ്സ്? ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ലൊക്കേഷനാണ് എന്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ 8085 ആർക്കിടെക്ചറിൽ വരുന്ന സ്റ്റാക്ക് രജിസ്റ്റർ ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് വരുന്നത്? അക്യുമുലേറ്റർ ഉണ്ടായിരിക്കും, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ വരുന്നതാണ് BCDEHL, അതുപോലെ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ. അത്രയും രജിസ്റ്റേഴ്സാണ് 8085 വരുന്നത്. ദെൻ അതിൽ വരുന്ന ആദ്യത്തേതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് BCDEHL. അത്രയാണ് 8085 മൈക്രോ പ്രോസസ്സറിലെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അത് ഓരോന്നും 8 ബിറ്റാണ്. 8 ബിറ്റാണ് അതിൽ ഓരോ രജിസ്റ്റേഴ്സിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. B എന്ന രജിസ്റ്ററിൽ 8 ബിറ്റ് സ്റ്റോർ ചെയ്യാം, C എന്ന രജിസ്റ്ററിൽ 8 ബിറ്റ് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഓരോന്നിലും 8 ബിറ്റ് വീതമാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, ടെമ്പററി ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞു, അല്ലേ? അതായത് പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണം, ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എങ്കിൽ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ 16 ബിറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ രജിസ്റ്റേഴ്സിനെ നമുക്ക് പെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് 8 ബിറ്റാണ് ഓരോന്നൊന്നും പറഞ്ഞല്ലോ. അപ്പോൾ 2 എണ്ണം വെച്ച് പെയർ ചെയ്യുമ്പോൾ 2 എണ്ണത്തിലും കൂടെ 8+8 16 ബിറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പെയറിങ് വരുന്നത് BCDEHL അങ്ങനെയാണ്. ആ രീതിയിൽ മാത്രമാണ് പെയറിങ് വരിക. ഇത് ബിയുടെ പേര് C ആയിരിക്കും, ഡിയുടെ പേര് E ആയിരിക്കും, എച്ചിൻ്റെ പേര് Lഉം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനകത്ത് നമുക്കിപ്പോൾ ഒരു 16 ബിറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഇൻസ്ട്രക്ഷനിൽ B എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് Bയിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് മാത്രം പറഞ്ഞാൽ മതി. 16 ബിറ്റാണെന്നുണ്ടെങ്കിൽ എന്തായാലും Bയിലും Cയിലും കൂടി ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. പ്രത്യേകം BC എന്ന് പറയേണ്ട വരുന്നില്ല. B എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പെയർ ഏതാണ്? C ആണ്. അപ്പോൾ അതിലും കൂടി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചോളും. കൂടാതെ അതിൽ ലെഫ്റ്റ് രജിസ്റ്ററിനെയാണ് നമ്മൾ MS ബൈറ്റായിട്ട് എടുക്കുക. റൈറ്റ് രജിസ്റ്റർ LS ബൈറ്റിന് വേണ്ടിയിട്ടുമാണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റായിട്ട് എടുക്കുന്നത്. അതുപോലെ ഹൈ ഓർഡർ ബൈറ്റെന്നും ലോ ഓർഡർ ബൈറ്റെന്നും പറയും. അത് Bയിൽ വരിക ഹൈ ഓർഡർ ബൈറ്റും Cയിൽ ലോ ഓർഡർ ബൈറ്റും ആണെന്നും പറയും. എക്സാമ്പിളായിട്ട് DE രജിസ്റ്റർ പെയർ ആണെങ്കിൽ അതിൽ ഡി രജിസ്റ്ററിൽ വരുന്ന കണ്ടൻറ്റ് MS ബൈറ്റും E രജിസ്റ്ററിൽ വരുന്ന കണ്ടൻറ്റ് LS ബൈറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടെമ്പററി രജിസ്റ്റർ. ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് WZ രജിസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസറിന് ആക്സസിബിൾ ആണ്, അല്ലേ? യൂസറിന് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ടെമ്പററി രജിസ്റ്റേഴ്സ് അങ്ങനെ പറ്റില്ല. ഒരു പ്രോഗ്രാമറിന് അവൈലബിൾ അല്ലാത്ത രജിസ്റ്റേഴ്സാണ് ടെമ്പററി രജിസ്റ്റേഴ്സ്. പ്രോഗ്രാമറിന് ഒരിക്കലും ഈ രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. W ആൻഡ് Z രജിസ്റ്റേഴ്സാണ് ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് 8 ബിറ്റ് ഡാറ്റ തന്നെയാണ് ഇതിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ടെമ്പററി രജിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണലി മൈക്രോ പ്രോസസ്സറിന് ഇൻറ്റേർണലി എന്തെങ്കിലും യൂസ് വരികയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നതാണ് ടെമ്പററി രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ പ്രോഗ്രാമറിന് കൈകടത്താൻ പറ്റില്ല. ഓക്കെ, അതാണ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അതായത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. അങ്ങനെ വരുന്ന രജിസ്റ്ററാണ് രജിസ്റ്റർ A, അതായത് അക്യുമുലേറ്റർ. എന്ന് പറഞ്ഞാൽ ഏതാണ്? അക്യുമുലേറ്റർ രജിസ്റ്ററാണ്. 8085 അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, IO, ലോഡ്, സ്റ്റോർ അങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രജിസ്റ്റർ വേണം? A എന്ന് പറയുന്ന രജിസ്റ്റർ ആവശ്യമാണ്.
എ എന്ന് പറയുന്നത് എന്താണ്? അക്യുമുലേറ്റർ ആണ്. അതൊരു രജിസ്റ്റർ തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടായത്. ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത്, CPU ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? അക്യുമുലേറ്റർ യൂസ് ചെയ്യാം. മാത്രമല്ല ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷനിൽ 2 ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്പറാൻഡ് എന്തായാലും ഏതിലായിരിക്കണം? എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററിലായിരിക്കണം. മറ്റേത് നമ്മൾ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലാവാം, ബിയിലോ സിയിലോ ഒക്കെ ആവാം. എന്നാൽ ഒരു ഓപ്പറാൻഡ് ഏതിലായിരിക്കണം? അക്യുമുലേറ്ററിലായിരിക്കണം. ഇത് നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അതാണ് ഇവിടെ D0 മുതൽ D7 വരെ കാണിച്ചിട്ടുള്ളത്. D0 എന്ന് പറഞ്ഞാൽ 0th ബിറ്റ്, D1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബിറ്റ്, അങ്ങനെ D7 എന്ന് പറഞ്ഞാൽ 8th ബിറ്റ്, 8ാമത്തെ ബിറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഫ്ലാഗ്സ് എന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. D0യിൽ വരുന്നതാണ് CY മീൻസ് ക്യാരി ഫ്ലാഗ്. അതുപോലെ D2യിൽ വരുന്നതാണ് പാരിറ്റി. D4ൽ വരുന്നതാണ് AC ഓക്സിലറി ക്യാരി. D6ൽ വരുന്നതാണ് 0 Z. D7ൽ വരുന്നതാണ് S സൈൻ ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിൽ D1ലും D3ലും D5ലും ഒന്നുമില്ല അല്ലേ? അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഒരിക്കലും ആ ബിറ്റ് ആയിരിക്കില്ല. ഇത് ക്യാരി വന്നത് എത്രയാണ്, അല്ലെങ്കിൽ പാരിറ്റി എത്രയാണ് വന്നത്, ഓക്സിലറി ക്യാരി എന്താ വന്നത്, 0 ആണോ 1 ആണോ, അങ്ങനെയല്ല അതിൽ കാണിക്കുക. അതിൻ്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ, ക്യാരി ഉണ്ടെങ്കിൽ 1 സെറ്റ് ചെയ്യും, ക്യാരി ഇല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യും. അതായത് സെറ്റാണോ റീസെറ്റ് ആണോ എന്നുള്ളത് മാത്രമാണ് നോക്കുക. അതിനുവേണ്ടി അവിടെ യൂസ് ചെയ്യുക ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്കറിയാമല്ലോ, RS ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതായത് ഏതെങ്കിലും ഒരു ബിറ്റാണ്, അറ്റ് എ ടൈമിൽ ഒരു ബിറ്റ് മാത്രം സ്റ്റോർ ചെയ്യുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ? 1 അല്ലെങ്കിൽ 0 ആണ് സ്റ്റോർ ചെയ്യുക. ഒന്നെങ്കിൽ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗ് ഉണ്ടെങ്കിൽ 1 സെറ്റ് ചെയ്യും, ക്യാരി ഫ്ലാഗ് ഇല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതുപോലെയാണ് ഓരോന്നിൻ്റെ കേസിലും. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തേത് സൈൻ ഫ്ലാഗ്. അതായത് D7th ബിറ്റിൽ വരുന്ന 8ാമത്തെ ബിറ്റിൽ വരുന്ന സൈൻ ഫ്ലാഗ് ആണ് ആദ്യത്തേത് നമ്മൾ നോക്കുന്നത്. ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ, അതായത് D7th ബിറ്റിൽ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്തു എന്നാണ്. അതായത് റിസൾട്ടിൽ നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ടിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ നോക്കില്ലേ? അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ D7 0 ആയിരിക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ D7 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ D7 ഓഫ് ദ റിസൾട്ട് ഈസ് 1 ആണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് എന്താണ്? സെറ്റ് ചെയ്തു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു D7th ബിറ്റ് D7th ബിറ്റ്, അതായത് S എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൈൻ ഫ്ലാഗ് ആണല്ലേ? സൈൻ ഫ്ലാഗ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0 ആയിരിക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് 0 ഫ്ലാഗ് ആണ്. 0 ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റിസൾട്ട് ALUവിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത റിസൾട്ട് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും, റീസെറ്റ് ചെയ്യും എന്നുള്ളത് നോക്കിയാൽ മതി. നിങ്ങൾ 1 ആണോ 0 ആണോ എന്നുള്ളത് നോക്കണമെന്നില്ല. അപ്പോൾ സെറ്റ് റീസെറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല. പ്രത്യേകിച്ച് ഈ സൈനിൻ്റെയൊക്കെ കാര്യത്തിൽ, സൈൻ ഫ്ലാഗിൻ്റെ ഒക്കെ കാര്യത്തിൽ, 0 ഫ്ലാഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ALU 0 ആണെങ്കിൽ, റിസൾട്ട് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. റിസൾട്ട് നോൺ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്സിലറി ക്യാരിയുടെ കേസിൽ, ഓക്സിലറി ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം നോക്കാം. ഓക്സിലറി ക്യാരി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 1 ബൈറ്റുള്ളൊരു നമ്പറാണ്. അതായത് 8 ബിറ്റ് വരുന്ന 8 ബിറ്റാണുള്ളത്. ആ 8 ബിറ്റിനെ നമ്മൾ 4 ബിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ലോവർ നിബിൾ അപ്പർ നിബിൾ എന്ന് പറഞ്ഞ് 2 പാർട്ടായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ലോവർ നിബിളിലും അപ്പർ നിബിളിലും 4 ബിറ്റാണ് വരുന്നത്. അപ്പോൾ 2 എണ്ണത്തിന് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 8 ബിറ്റുള്ള നമ്പേഴ്സാണ്, ബൈനറി നമ്പേഴ്സാണ്. അതിനെ 2 പോർഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലോവർ നിബിളും അപ്പർ നിബിളും. അപ്പോൾ ലോവർ നിബിളിൽ നമ്മളൊരു അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ ഒരു ഓക്സിലറി ക്യാരി വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാരി വരുന്നുണ്ടെങ്കിൽ അത് ലോവർ നിബിളിലെ 4 ബിറ്റുകൾ തമ്മിൽ അഡീഷൻ പെർഫോം ചെയ്തിട്ട് ഇപ്പോൾ 110 വിത്ത് ക്യാരി 1 അല്ലേ, അപ്പോൾ അവിടെ ഒരു ക്യാരി വന്നു. അടുത്ത നിബിളിലേക്ക് പോകുമ്പോൾ അപ്പർ നിബിളിലേക്ക് കടക്കുമ്പോഴേക്കും അവിടെ എന്ത് വന്നു, ഒരു ക്യാരി വന്നു അല്ലേ. അപ്പോൾ എന്താണ്, ആ ക്യാരിയെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. അതായത് ഇടയിൽ വരുന്ന ഒരു ക്യാരി, അതിനെയാണ് എന്ത് പറയുന്നത്, ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു 1 ബൈറ്റ് നമ്പറിന് മൊത്തമായിട്ട്, അതായത് ഈ 8 ബിറ്റിന് മൊത്തമായിട്ട് അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യാരി കിട്ടുകയാണെങ്കിൽ അതെന്താണ്, അതാണ് ഒറിജിനൽ ക്യാരി എന്ന് പറയുന്നത്. ഓക്സിലറി ക്യാരി എന്ന് പറഞ്ഞാൽ ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്ക് കടക്കുമ്പോൾ ഒരു ക്യാരി വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഓക്സിലറി ക്യാരിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓക്സിലറി ക്യാരി എന്താണ് പറയുന്നത്, ദീസ് ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് ദർ ഈസ് എൻ ഓവർഫ്ലോ ഔട്ട് ഓഫ് ബിറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരി ഫ്ലാഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ക്യാരി ഫ്ലാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ പാരിറ്റി ഉണ്ടാവും, ഓഡ് പാരിറ്റിയും ഉണ്ടാവും. അതായത് നമ്മളെ കയ്യിലുള്ള ബൈനറി നമ്പറിൽ എത്ര 1 ഉണ്ട്, 1ൻ്റെ എണ്ണം, 1ൻ്റെ എണ്ണം, അതാണ് നോക്കുന്നത് ഓഡ് പാരിറ്റി ഈവൻ പാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ 110 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ ആണെങ്കിൽ 110 അതിൽ എത്ര 1 ആണുള്ളത്, 2 1 ആണുള്ളത് അല്ലേ. അപ്പോൾ അത് 2 1 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൺ നമ്പറാണ്. സോ ഈവൺ പാരിറ്റിയാണത്. ഓക്കെ, അതുപോലെ 100 എന്ന് പറഞ്ഞാൽ 1ൻ്റെ എണ്ണം എത്രയാണ്, 1 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഡ് നമ്പറാണ്. സോ അതെന്താണ്, ഓഡ് പാരിറ്റിയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. 111 എത്ര 1 ആണ് ആ ബൈനറി നമ്പറിലുള്ളത്, 3 1. 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡാണ്. സോ അതെന്താണ്, ഓഡ് പാരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈവൻ പാരിറ്റി ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഓഡ് പാരിറ്റി ആണെങ്കിൽ റീസെറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ക്യാരി ഫ്ലാഗ്, ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ക്യാരി വന്നിട്ടില്ലെങ്കിൽ റീസെറ്റ് ചെയ്യുകയും ചെയ്യും. ഓവർഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്യാരി ഉണ്ടോ എന്നാണ് ഓവർഫ്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ക്യാരി ഇല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ പിന്നീട് വരുന്ന 2 രജിസ്റ്റേഴ്സാണ് 16 ബിറ്റ് രജിസ്റ്റേഴ്സായ പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻറ്ററും. പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻറ്ററും 16 ബിറ്റുള്ള രജിസ്റ്റേഴ്സാണ്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചത് 8 ബിറ്റുള്ളതായിരുന്നു. ഇത് 16 ബിറ്റാണ് വരുന്നത്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഏതാണോ ഫെച്ച് ചെയ്യേണ്ടത്, ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവുക. അതുപോലെ സ്റ്റാക്ക് പോയിൻറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു റിസർവ്ഡ് ഏരിയയാണ് മെമ്മറിക്കകത്തുള്ള. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ സ്റ്റാക്കിനകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഏത് ഡാറ്റയാണോ എൻ്റർ ചെയ്തത് അതിൻ്റെ അഡ്രസ്സ്. നമ്മൾ ആദ്യം ഒരു ഡാറ്റ എൻ്റർ ചെയ്തു, ദെൻ വീണ്ടും ഒന്ന് എൻ്റർ ചെയ്തു, വീണ്ടും ഒന്ന് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു, അങ്ങനെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത ആ ഡാറ്റയുടെ അഡ്രസ്സ് എന്താണോ അതാണ് സ്റ്റാക്ക് പോയിൻറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ രജിസ്റ്റേഴ്സ് വരുന്നത്. ഇനി ഇത് കൂടുതലായിട്ട് മനസ്സിലാവാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ ഓരോ രജിസ്റ്റേഴ്സും എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും, കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ.